പിച്ചൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു രാജ്മ മസാല കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കടുകെണ്ണയാണ് എടുത്തിട്ടുള്ളത്. റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കടുകെണ്ണ എടുത്തിട്ടുള്ളത്. ഇനി എണ്ണയുടെ ഒരു സ്മെല്ല് മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ 2 സവോളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സവോളയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ സവോള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവോള. സവോള നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നൈറ്റ് മുഴുവൻ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് രാജ്മ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മസാലയായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. രാജ്മയുടെ മേളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല ആവശ്യത്തിനുള്ള വേവുള്ളതാണ്. അതുകൊണ്ട് ഒരു 6 വിസിൽ വേണമെങ്കിലും വേണ്ടി വരും. അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ രാജ്മയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം മുഴുവൻ വറ്റിയിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു നുള്ളൻ ഡ്രൈ മാംഗോ പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കസ്തൂരി മേത്തി, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. രാജ്മ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.